നമുക്ക് എന്തുകൊണ്ട് ശാന്തതയിലായിരിക്കാനായിട്ട് സാധിക്കുന്നില്ല? അവിടേക്കാണ് ഒരു കാര്യം മാത്രം ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു നമുക്ക് അനുരഞ്ജനത്തിന്റെ ഒരു കുറവ്, ക്ഷമയുടെ ഒരു കുറവൊക്കെ ഉണ്ട്. ക്ഷമിക്കാൻ നമുക്ക് വലിയ പാടാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി അരിശമുണ്ട്. അരിശം കെട്ടിക്കിടക്കുന്നവന് ശാന്തതയുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഉള്ളിൽ തന്നെ ഒത്തിരി അരിശം കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 21, 22 വചനങ്ങളിൽ, ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 തവണ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അന്തമില്ലാതെ നീ ക്ഷമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ക്ഷമിക്കാനായിട്ട് എളുപ്പമാണോ? ഉവ്വ്. നമ്മൾ ഇത്തവണ നമ്മുടെ മോൻ്റെ കല്യാണത്തിന് വിളിക്കാൻ പോകുന്നത് നമ്മളെ വിളിച്ചവരെ മാത്രമാണ്. അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളെ വിളിക്കാത്തവരുടെ ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അവനെ നമ്മൾ ഒരിക്കലും വിളിക്കുകയല്ല. ഇങ്ങോട്ട് തരുന്നത് മാത്രം അങ്ങോട്ട് കൊടുത്ത് ശീലിച്ച നമ്മളോടാണ് കർത്താവ് പറയുന്നത് എല്ലാം ക്ഷമിക്കാൻ. നടക്കുന്ന കാര്യം. നിന്റെ വസ്ത്രം കൈക്കലാക്കുന്നവന് പുറംകുപ്പായവും കൂടെ കൊടുക്കണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയും ക്രിസ്ത്യാനി. നിന്റെ വലതുകരണത്തെ അടിക്കുന്നവന് ഇടതുകരണം കൂടെ കാണിച്ചു കൊടുക്കണം. അതൊക്കെ വായിക്കാൻ കൊള്ളാം, പള്ളിയിൽ വായിക്കാൻ കൊള്ളാം. പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ശൈലി തന്നെയുണ്ടല്ലോ. പണ്ടാരോ കേസ് കൊടുത്തെന്നാണ് പറഞ്ഞത്. പള്ളിയിൽ അച്ഛൻ പറഞ്ഞ ഏതോ കാര്യം നടന്നില്ല, അത് വാഗ്ദാന ലംഘനമാണ്, അതുകൊണ്ട് കേസ് കൊടുത്തു. അപ്പൊ ജഡ്ജി വിധിച്ചു, പള്ളി പറയുന്ന ഒന്നും നടക്കണമെന്ന് നിർബന്ധമില്ല, അതുകൊണ്ട് കേസ് തള്ളി. അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പള്ളി പറയാനേ കൊള്ളത്തുള്ളൂ എന്ന് നമ്മൾ പറയും. കാരണം വലത് കണ്ണത്ത് അടിക്കുന്നവന് ഇടത് കണ്ണം കൂടെ ചൂണ്ടി കാണിച്ചു കൊടുക്കണം. നമ്മളിപ്പം ചെയ്യാവേ, ഇപ്പം അങ്ങോട്ട് ചെയ്തേക്കാം. നമുക്കിതൊക്കെ പാടാ. കാരണം ഉള്ളിൽ ഒത്തിരി അരിശം നമ്മുടെ ഇത് കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഭയങ്കരമായ ഒരു അരിശം. അതങ്ങനെ കിടക്കുന്നിടത്തോളം നമുക്ക് ഈ ക്ഷമിക്കാൻ ഭയങ്കര പാടാ. ഈ ക്ഷമയില്ലാത്തിടത്തോളം ശാന്തതയിലേക്ക് വരത്തില്ല. നമ്മൾ ഓരോ വർഷവും കഴിയുന്തോറും ശാന്തതയിൽ വളരുക എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ക്ഷമയിൽ വളരുന്നതാണ്. എല്ലാവരോടും ക്ഷമിക്കുകയാണ്. എല്ലാവരോടും ക്ഷമിക്കുകയാണ്. നമ്മളോടൊക്കെ ആരെല്ലാം ക്ഷമിച്ചു അല്ലേ? ആരെല്ലാം ക്ഷമിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത്?